ഗൂഗിളിൽ 3.6 റേറ്റിംഗുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അൽഫാം മന്തിയാണ് കഴിക്കാൻ പോകുന്നത്. ഹോട്ടലിൻ്റെ പേര് മലബാർ. മലബാർ എന്ന പേര് കേൾക്കുമ്പോൾ മിക്ക കേരളീയരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് നല്ല ടേസ്റ്റുള്ള ഫുഡ് വെറൈറ്റികളൊക്കെ ആയിരിക്കും. ഈ ഹോട്ടലിൻ്റെ പേര് മലബാർ എന്നായതുകൊണ്ട് ഫുഡിൻ്റെ ടേസ്റ്റിലും ക്വാളിറ്റിയിലുമുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻ ഒന്ന് കൂടിയിട്ടുണ്ട്. എന്തായാലും കേരള സ്റ്റൈൽ പ്രിപ്പറേഷനാണ് ഇവരുടേതെന്ന് മനസ്സിലായി. ഈ ഹോട്ടൽ നോർത്ത് ലേക്ക് റോഡിലാണ്, ഊട്ടി ലേക്കിലേക്ക് പോകുന്ന വഴിയിലാണ്. ഈ കാണുന്ന അൽഫാം മന്തിയിലെ ചെസ്റ്റ് പീസ് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. അൽഫാം കണ്ടിട്ട് മസാലയൊക്കെ പൊതിഞ്ഞ് ഡിസൈറബിൾ ആണ്. മന്തി റൈസിൽ നിന്ന് ആവി പൊന്തുന്നുണ്ട്, അതുപോലെ അൽഫാമിന് ചൂടുമുണ്ട്. ഫ്രഷ്ലി പ്രിപ്പയർഡാണ് രണ്ടും. ഈ മന്തി റൈസ് ഇങ്ങനെ അൺലിമിറ്റഡായി എങ്ങനെ ഹോട്ടലുകാർക്ക് കൊടുക്കാൻ പറ്റുന്നുവെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ സെർവിങ് പ്ലേറ്റിലുള്ള ഈ ഒരു റൈസ് പോർഷൻ എന്നെക്കൊണ്ട് മൊത്തം ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മന്തിയുടെ ക്യാച്ച് അൺലിമിറ്റഡ് റൈസാണ്. വയറ് പൊട്ടുന്നത് വരെ കഴിക്കാം. തക്കാളി ചട്നിക്ക് നല്ല റെഡ് കളറുണ്ട്, കണ്ടിട്ട് സ്പൈസി ആണെന്ന് തോന്നുന്നു. പിന്നെ ആസ് യൂഷ്വൽ മയോനൈസുമുണ്ട്. ചട്നി സ്പൈസിയാണ്. തക്കാളി ചട്നിയുടെ ഫ്ലേവറും കൊള്ളാം. മയോനൈസും ഓക്കെയാണ്. എല്ലാം കൂട്ടി റൈസ് കഴിക്കുമ്പോൾ നല്ല രുചിയൊക്കെ തോന്നുന്നുണ്ട്. മന്തി റൈസിന് കോഴിക്കോട് കിട്ടുന്ന മന്തി റൈസിൻ്റെ അത്ര ടെംപ്റ്റിംഗ് ഫ്ലേവർ ഇല്ല എന്ന് പറയേണ്ടി വരും. എങ്കിലും നല്ലതാണ്. ഒരു മന്തി കില്ലർ മന്തിയാകുന്നത് മന്തി റൈസ് വയറിൻ്റെ വലിപ്പമറിയാതെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. വയറ് നിറഞ്ഞിട്ടും വീണ്ടും വീണ്ടും തിന്നാൻ തോന്നുമ്പോഴാണ്. ഈ ഒരു മന്തി റൈസ് ആ ഒരു ഫീൽ തരുന്നില്ല. വയറ് നിറഞ്ഞിട്ടും കഴിക്കാൻ തോന്നിപ്പിക്കുന്ന മാജിക്കൽ ഫ്ലേവർ ഈ മന്തി റൈസിനില്ല. അൽഫാം AKA അൽഫഹാം കാണുമ്പോൾ നല്ല മസാലയിൽ പൊതിഞ്ഞാണെന്നൊക്കെ തോന്നുമെങ്കിലും അത്രയ്ക്ക് ടെംപ്റ്റ് ചെയ്യിക്കുന്ന മസാല ഫ്ലേവേഴ്സ് ഒന്നുമില്ല. മസാല ഫ്ലേവർ ഫ്ലാറ്റാണ്. ചിക്കൻ ചെസ്റ്റ് പീസ് അത്യാവശ്യം വലുതാണ്, പക്ഷേ അത്ര സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് അല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു ആവറേജ് ടേസ്റ്റിംഗ് മന്തിയാണെന്ന് ഞാൻ പറയും. ദിസ് മന്തി ഫോൾസ് ഷോർട്ട് ഓഫ് എക്സെപ്ഷണൽ, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ആൻ എൻജോയബിൾ ആവറേജ് മീൽ. എൻ്റെ പ്ലേറ്റിലേക്ക് ഞാൻ വിളമ്പിയ മന്തി റൈസ് എല്ലാം ഞാൻ കഴിച്ചു തീർത്തിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിൽ ഇനിയും റൈസ് മിച്ചമുണ്ട്. അതെല്ലാ മന്തിക്കടയിലും അങ്ങനെയാണ്. ആവശ്യത്തിലേറെ മന്തി റൈസ് അവർ തരും.